ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരേ സമയം ബ്യൂട്ടിഫുൾ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. ഇത് നമ്മളെ സേഫ് ആയിരിക്കാനും ഗൈഡൻസ് തരാനുമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ട്രോമ ഫേസ് ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ ഇതേ പ്രൊട്ടക്റ്റീവ് ഫങ്ഷന് ഒരു വലിയ മിസ്റ്റേക്ക് സംഭവിക്കും. അതായത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും ബ്രെയിൻ നമ്മളെ വാൺ ചെയ്യാൻ തുടങ്ങും. ട്രോമ നിങ്ങളുടെ ബ്രെയിനിനെ സർവൈവൽ മോഡിലേക്ക് മാറ്റും. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് ഇതിനെയെല്ലാം റീഷേപ്പ് ചെയ്യും. ഈവൻ ട്രോമ സംഭവിച്ച് കുറെ കാലം ആയിട്ടുണ്ടെങ്കിലും ഈ റീഷേപ്പ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആവും. ട്രോമ എന്ന് പറയുന്നത് മേ ബി അത് ഫിസിക്കൽ ആവാം, ഇമോഷണൽ ആവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കലും ആവാം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രോമ എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കാണുന്ന പലർക്കും അവരുടെ ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റേജിൽ ട്രോമ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലർക്ക് അത് റിയലൈസ് ആയിട്ടുണ്ടാവും. പക്ഷെ ചിലർക്ക് അങ്ങനെ ഒരു ബ്രെയിൻ റീഷേപ്പിംഗ് തനിക്ക് നടന്നിട്ടുണ്ടെന്ന് പോലും മനസ്സിലായിട്ടുണ്ടാവില്ല. സോ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോ കൂടിയാണ് ഇത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ഞങ്ങൾ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് നിങ്ങൾക്ക് വേണ്ടി ഒരു 21 ദിവസത്തെ അഡിക്ഷൻ റിക്കവറി കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സയന്റിഫിക് ടൂൾസ്, എക്സ്പെർട്ട് മെന്റേഴ്സ്, ബെസ്റ്റ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്, അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഗ്യാരണ്ടീഡ് ആണ്. ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഹായ് എന്ന ഒരു സിമ്പിൾ മെസ്സേജ് ടൈപ്പ് ചെയ്തയക്കൂ. വിത്തിൻ 24 hours ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവരുമായി നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയ ഏത് ഇൻഫർമേഷൻസും എൻക്വയറീസും ചോദിച്ചു മനസ്സിലാക്കാം. നൗ ബാക്ക് ടു അവർ ടോപ്പിക്. 1. ടേണിംഗ് ഇൻ ടു സെൻസസ്. ഒരു സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി. പക്ഷെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അതൊട്ടും തന്നെ എഫക്റ്റ് ഉണ്ടാക്കിയില്ല. ന്യൂറോബയോളജി അനുസരിച്ച് ട്രോമയ്ക്ക് നിങ്ങളുടെ സെൻസറി പ്രോസസ്സിങ്ങിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. മേ ബി നിങ്ങൾ സെൻസറി കാര്യങ്ങളിൽ എക്സ്ട്രാ സെൻസിറ്റീവായി മാറാം. ഫോർ എക്സാമ്പിൾ, സൗണ്ട് കേൾക്കുമ്പോൾ, ടച്ച് ആവുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കാണുമ്പോഴൊക്കെ നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സയന്റിഫിക്കായി നോക്കിയാൽ ട്രോമയ്ക്ക് നിങ്ങളുടെ ബ്രെയിനിന്റെ വൈറ്റ് മാറ്റർ ആൻഡ് ഗ്രേ മാറ്ററിന്റെ സ്ട്രക്ചേഴ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് രണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് ബ്രെയിനിന്റെ സെൻസറി പ്രോസസ്സിന്റെ കൺട്രോൾ നടക്കുന്ന സ്ഥലത്താണ്. സോ അതുകൊണ്ടാണ് ഇതിന്റെ ഇൻഫ്ലുവൻസ് ഡയറക്ട്ലി നിങ്ങളുടെ സെൻസറി പ്രോസസ്സിംഗിലേക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഡോർ ആരെങ്കിലും നോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഒക്കെ പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ അലർട്ട് മോഡിലേക്ക് ഷിഫ്റ്റ് ആവും. അതായത് ശരിക്കും ത്രെട്ട് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻസിൽ പോലും ബ്രെയിൻ അലർട്ട് മോഡിലേക്ക് പോകുമെന്നർത്ഥം. ഇതിങ്ങനെ റിപ്പീറ്റ് ആവുമ്പോൾ നിങ്ങൾ അവസാനം എക്സോസ്റ്റ് ആവാൻ തുടങ്ങും. ദിവസവും ഉണ്ടാവുന്ന സില്ലി സിറ്റുവേഷൻസിൽ നിങ്ങൾ ആൻഷ്യസ്, അൺകംഫർട്ടബിൾ അല്ലെങ്കിൽ അൺസേഫ് ആയി ഫീൽ ചെയ്യും. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയി തോന്നാം. 2. ദ ബോഡീസ് വിസ്പേഴ്സ്. നോർമലി നിങ്ങളുടെ ഫിസിക്കൽ സിഗ്നൽസിനെ മനസ്സിലാക്കി ആക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിൻ ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വിശക്കുമ്പോൾ അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനാണ് നിങ്ങൾക്ക് ആ ഫിസിക്കൽ സിഗ്നൽ തരാറുള്ളത്. ഈ പ്രോസസ്സിനെ ഇന്ററോസെപ്ഷൻ എന്ന് പറയും. പക്ഷേ ട്രോമ കാരണം ഈ കാര്യങ്ങൾ ബ്രെയിനിന് റിക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ബ്രെയിൻ അത് മിസ്റീഡ് ചെയ്യും. റിസർച്ച് അനുസരിച്ച് ട്രോമ സർവൈവേഴ്സിന് അവരുടെ ഫിസിക്കൽ സിഗ്നൽസ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിൽ വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. 3. റിവാർഡ് ടോക്കൺസ്. ഒരു വലിയ ട്രോമാറ്റിക് ഇവന്റിന് ശേഷം നിങ്ങളുടെ പഴയ ഹോബീസ് എല്ലാം നിങ്ങൾക്ക് അത്രയ്ക്കും എക്സൈറ്റഡ് ആയി തോന്നില്ല. നിങ്ങൾ സ്ട്രെസ്ഫുൾ ആയ വല്ല സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന്റെ ഫിയർ സെൻസർ, അതായത് അമിഗ്ഡാല, ഓവർ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അതേസമയം നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യുന്ന ബ്രെയിൻ പാർട്ട്, അതായത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, പഴയ പോലെ ആക്റ്റീവ് ആയിരിക്കില്ല. സോ അവിടെ ഒരു ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത്. അത് കാരണം ഡോപ്പമിൻ പ്രൊഡ്യൂസ് ആവുന്നതും കമ്മിയാവും. സോ ഈ സമയത്ത് നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എൻഹെഡോണിയ. അതായത് എൻജോയബിൾ ആയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്ലഷറും കിട്ടാത്ത ഒരു അവസ്ഥ. 4. സ്ലീപ്പ്. ട്രോമ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഉറക്കം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ബ്രെയിൻ വേവ്സ്. അതിൽ ചിലത് നമ്മുടെ സ്ട്രെസ്സായി കണക്റ്റഡ് ആണ്. സോ ട്രോമ ഡീപ്പ് ആയിട്ടുള്ള വ്യക്തിക്ക് ഉറക്കത്തിൽ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയ വേവ്സ് കൂടുതലായി പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവർക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ അവർക്ക് രാത്രി ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ശീലമുണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഉറക്കമുണ്ടാവില്ല. 5. റീവയറിംഗ്. ഇവിടെ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് റീവയറിംഗ് ആണ്. അതായത് ആദ്യം പറഞ്ഞ ഈ പ്രോബ്ലംസ് എല്ലാം റിക്കവർ ആവാൻ വേണ്ടത് ബ്രെയിൻ റീവയറിംഗ് ആണ്. ബ്രെയിൻസിന് റീവയറിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഏത് ഡിസ്റ്റർബൻസിനെയും റിപ്പയർ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് വേണ്ടത് റൈറ്റ് ടൂൾസ് ആൻഡ് സപ്പോർട്ട് മാത്രമാണ്. അത് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, റുട്ടീൻ കണക്ഷൻസ്,
പോസിറ്റീവ് ഹോബീസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ബ്രെയിൻ റീവയറിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം. അതേസമയം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കമ്മ്യൂണിറ്റി വൈസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ ദെൻ കോൺടാക്ട് us. ഞങ്ങൾ അതിനുള്ള സയന്റിഫിക് ടൂൾസ് ആൻഡ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ റീവയറിംഗ് ആൻഡ് റിക്കവറിയെ സപ്പോർട്ട് ചെയ്യും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വേറൊരു കണ്ടന്റുമായി വരുന്നത് വരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.